മാർച്ച് 14 വ്യാഴാഴ്ച, നോമ്പുകാലത്തിലെ 4-ാമത്തെ ആഴ്ച. യോഹന്നാൻ 5:31 മുതൽ 47 വരെ വാക്യങ്ങൾ. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്: നിങ്ങളുടെ സാന്നിധ്യം എത്രത്തോളം സഹായകരമാണെന്ന് പലർക്കും അറിയില്ല. നിങ്ങളുടെ മനോഹരമായ പുഞ്ചിരി എത്രമാത്രം പ്രോത്സാഹജനകമാണെന്ന് പലർക്കും അറിയില്ല. അവരെ കാണുന്നത് എത്ര നല്ലതാണെന്ന് പലർക്കും അറിയില്ല. അവരില്ലാതെ നമ്മൾ എത്ര ദരിദ്രരായിരിക്കുമെന്ന് പലർക്കും അറിയില്ല. അവർ ഇവിടെ ഉള്ളത് എത്ര പ്രധാനമാണെന്ന് പലർക്കും അറിയില്ല. തങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള സമ്മാനമാണെന്ന് പലർക്കും അറിയില്ല. അവർക്കതറിയാൻ സാധിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ മാത്രമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു യഹൂദരോട് ഇപ്രകാരം പറയുന്നു: എനിക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നിരുന്നാലും എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന മറ്റൊരാളുണ്ട്. യേശു യഹൂദരോട് എന്ത് പറഞ്ഞാലും അവർ അവൻ്റെ വാക്കുകളോടും അവൻ്റെ സന്ദേശത്തോടും തുറവി ഉള്ളവരായിരുന്നില്ല. യേശുവിനെക്കുറിച്ച് അവർക്ക് അവരുടെ മനസ്സിൽ ചില ധാരണകളുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ യേശുവിനുള്ള ജനപ്രീതിയിൽ യഹൂദന്മാർ ഭയന്നു. സ്നാപയോഹന്നാൻ യേശുവിനെക്കുറിച്ച് അവൻ്റെ വാക്കുകളിലൂടെയും ജീവിത രീതിയിലൂടെയും സാക്ഷ്യപ്പെടുത്തി. വരാൻ പോകുന്ന മിശിഹായെക്കുറിച്ച് യോഹന്നാൻ സംസാരിച്ചു. അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും താൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അതിലും പ്രധാനമായി അദ്ദേഹത്തിൻ്റെ വളരെ ലളിതവും എന്നാൽ മൗലികവുമായ ജീവിത രീതിയും മാനസാന്തരത്തിനുള്ള ആഹ്വാനവും ധാരാളം അനുയായികളെ ആകർഷിച്ചു. മറുവശത്ത് ലോകത്തെ രക്ഷിക്കാൻ പിതാവ് തന്നെ അയച്ചുവെന്ന സത്യത്തിന് സാക്ഷ്യം വഹിച്ച മിശിഹായാണ് യേശു. എന്നിട്ടും അവൻ്റെ കാലത്തെ മതനേതാക്കന്മാർ അവനെ സ്വീകരിച്ചില്ല. രക്ഷയുടെ വാഗ്ദാനം സ്വീകരിക്കുന്നതിന് പകരം തങ്ങളുടെ പ്രിയപ്പെട്ട നിയമങ്ങളിലും പാരമ്പര്യത്തിലും ഉറച്ചു നിൽക്കാൻ അവർ തീരുമാനിച്ചു. ഉന്നത വിദ്യാഭ്യാസമുള്ള വിഭാഗമെന്ന അവരുടെ അഹങ്കാരം യേശുവിനോടൊപ്പം പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവരെ അന്ധരാക്കി. സ്നാപയോഹന്നാൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് തുടരുമ്പോൾ നമ്മുടെ വിശ്വാസ അനുഭവത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ അഭാവത്തെക്കുറിച്ചും നമുക്ക് ആഴത്തിൽ ഒന്ന് നോക്കാവുന്നതാണ്. ആളുകൾക്ക് യേശുവിനെ അറിയാനും അനുഗമിക്കാനും വഴിയൊരുക്കുന്ന സ്നാപക യോഹന്നാനെ പോലെയാണോ നമ്മൾ? നമ്മളെക്കുറിച്ച് തന്നെ ഉന്നതമായി ചിന്തിക്കുകയും അതേസമയം മറ്റുള്ളവരെ വിമർശിക്കുകയും ചെയ്യുന്ന ഫരിസേയ മനോഭാവമാണോ നമ്മിലുള്ളത്? നാം വിശ്വാസത്തിലും ജ്ഞാനത്തിലും വളരുകയാണെന്ന് അറിയുന്നത് നല്ലതാണ്. എന്നാൽ ഈ വളർച്ച പെരുമാറ്റത്തിലെ മാറ്റങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടുതൽ സേവനം ചെയ്യാൻ പറ്റുന്ന ഫലത്തിലേക്ക് നമ്മൾ വളരണം. ഇന്നത്തെ സുവിശേഷ വായന യേശുവിനെ നമ്മുടെ മാതൃകയാക്കാനുള്ള ക്ഷണമാണ്. ഞാൻ മനുഷ്യ പ്രശംസ സ്വീകരിക്കുന്നില്ല എന്ന്
അവിടുന്ന് പറയുന്നു, ആളുകളുടെ സ്വീകാര്യത ഒരു വലിയ പ്രചോദനമാണെന്ന് നമ്മുടെ മനസ്സിലെ ശാസ്ത്രജ്ഞന്മാരെല്ലാം അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യസ്തുതിയെ കേവലം ഒരു കേക്കിൻ്റെ ഐസിങ്ങായി മാത്രം കണക്കാക്കിയാൽ മതി. അല്ലാതെ അത് സേവിക്കാനുള്ള യഥാർത്ഥ പ്രേരണയല്ല. ആളുകൾ നമ്മെ അഭിനന്ദിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ സേവനം തുടർന്നുകൊണ്ട് പോകണം. രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവ് നമുക്ക് പ്രതിഫലം നൽകുമെന്ന് യേശു തന്നെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നാം സേവിക്കുമ്പോൾ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് പ്രചോദനം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.